ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് SPMA സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ അസോസിയേഷൻ വഴി പാരാമെഡിക്കലിൻ്റെ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പല കുട്ടികളും ഈ ഒരു അസോസിയേഷനിലേക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവരുടെ പാരാമെഡിക്കൽ ഡിഗ്രിയുടെ മാത്രമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗൂഗിളിൽ കയറിയതിന് ശേഷം SPMA എന്ന് ടൈപ്പ് ചെയ്ത് വെബ്സൈറ്റിലേക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർഷത്തെ ഓരോ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിൻ്റെയും റാങ്ക് ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഐഡിയും നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചുള്ള നിങ്ങളുടെ ടോട്ടൽ പെർസെൻറ്റേജും റാങ്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് BSc MLTയുടേതാണ്. BSc MLTയുടേത് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, അത്രയും കുട്ടികളുടേത് അക്സെപ്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലായിരിക്കും ഇതിൽ റാങ്ക് ലിസ്റ്റ് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഉള്ള സ്റ്റുഡൻസിൻ്റെതും NRI സ്റ്റുഡൻസിൻ്റെതും കാണാൻ വേണ്ടി സാധിക്കും. ആദ്യം കൊടുത്തിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് നോർമലി എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ടോട്ടൽ എത്ര കുട്ടികളാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് റാങ്കും വന്നിട്ടുണ്ട്. ടോട്ടൽ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് 102 കുട്ടികളാണ് പാരാമെഡിക്കൽ ഡിഗ്രിയിൽ നോർമലായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. NRI കോട്ട സ്റ്റുഡൻസും ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവരുടേത് സെപ്പറേറ്റ് ആയിട്ടാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇതിൽ ഓരോ കോഴ്സിൻ്റെതും നിങ്ങൾക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കിയത് BSc MLTയുടേതാണ്. 602 കുട്ടികൾ ആപ്ലിക്കേഷൻ കൊടുത്തതിൽ നിന്നും 602 പേരും അക്സെപ്റ്റ് ആയിട്ടുള്ളവരിൽ നിന്നും 602 രീതിയിലാണ് റാങ്ക് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് അതേപോലെ തന്നെ NRI സ്റ്റുഡൻസ് കൊടുത്തതനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് BSc ഒപ്റ്റോമെട്രി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, മറ്റ് BSc പാരാമെഡിക്കൽ കോഴ്സസിൻ്റെതും നമുക്ക് ഇതിൽ തന്നെ നോക്കി കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഏത് കോഴ്സാണ് വെച്ചത് അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് ഏതാണ് എന്നതൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാട്ടോ. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത് BSc പെർഫ്യൂഷൻ ടെക്നോളജി കോഴ്സാണ്. ഇതുപോലെ നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. ഈ വർഷം 11 കുട്ടികളാണ് BSc പെർഫ്യൂഷൻ ടെക്നോളജിക്ക് വേണ്ടി SPMAയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ആ 11 കുട്ടികളാകുമ്പോൾ 11 റാങ്ക് തന്നെയാണ് വരുന്നുണ്ടാവുക. ഇവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇവർക്ക് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി ഏതെങ്കിലും കുട്ടികൾ ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് കാരണം ആപ്ലിക്കേഷൻ റിജക്റ്റായി പോയത് കൊണ്ടാകാം റാങ്ക് ലിസ്റ്റ് വരാത്തത്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഓൾറെഡി ഉൾപ്പെട്ട കുട്ടികൾക്ക് മാത്രമേ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് BSc ഒപ്റ്റോമെട്രി ആണ്. ഇവിടെ NRI സീറ്റിന് ഒരു കുട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാക്കി 70 കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് നോർമലി ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അവർക്ക് 70 വരെയാണ് റാങ്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 70 റാങ്ക് വന്നാൽ പോലും എത്രത്തോളം സീറ്റ് വാക്കൻസി ഉണ്ടോ അതനുസരിച്ചാണ് പ്രയോറിറ്റി ഉള്ള റാങ്കിലെ സ്റ്റുഡൻസിന് ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടുന്നുണ്ടാവുക. ഓൾറെഡി ഈ വീഡിയോസിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഒക്കെ ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും അലോട്ട്മെൻറ്റ് വരുന്നത് എന്നതിനുള്ള ഷെഡ്യൂൾഡ് ഡേറ്റ് SPMA പ്രോസ്പെക്ടസിൽ പ്രസിദ്ധീകരിച്ചത് നമ്മൾ ഓൾറെഡി പോസ്റ്റൊക്കെ ഇട്ടിരുന്നതായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്ത് കറക്റ്റ് ടൈമിൽ തന്നെയാണ് റാങ്ക് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിൻ്റേത് മാത്രമാണ്. ഇനി പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിൻ്റേത് 23-ാം തീയതി, അതായത് സെപ്റ്റംബർ 23-ാം തീയതി പ്രസിദ്ധീകരിക്കും എന്നതാണ് നമ്മുടെ പ്രോസ്പെക്ടസിൽ കൂടി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡിപ്ലോമ കോഴ്സസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിയുകയില്ല. അതിനർത്ഥം റാങ്ക് ലിസ്റ്റ് ഡിപ്ലോമ പാരാമെഡിക്കലിൻ്റെത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണെന്ന് മനസ്സിലാക്കാം കേട്ടോ. BSc ന്യൂറോ ടെക്നോളജി കോഴ്സ് നിങ്ങൾ ഇതുപോലെ എടുത്തിട്ടതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പെർസെൻറ്റേജ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് റാങ്കും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും ഏതൊക്കെ കോഴ്സസിന് വേണ്ടിയിട്ടാണോ വെച്ചിട്ടുള്ളത് ആ ഒരു റാങ്ക് മാത്രമായിരിക്കും ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 13 കുട്ടികളാണ് ഈ വർഷം ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. 13 പേരെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇവർക്ക് റാങ്ക് വന്നത് എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഞാൻ ഓൾറെഡി ഒരു പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ റാങ്ക് വരെ കിട്ടാനാണ് ചാൻസ് എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ബേസിസിലാണ് നമ്മൾ പ്രഡിക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അത് കാണാത്തവർ അതോട് ചെന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ സൈറ്റിൽ കയറി
നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കോഴ്സസിൻ്റെയും റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് BSc MIT ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 46 സ്റ്റുഡൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളുടേതായ രീതിയിലുള്ള റാങ്ക് ആയിരിക്കും വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒന്നാമത് കൊടുത്തിരിക്കുന്ന കുട്ടിക്ക് ഒന്നാമത്തെ റാങ്ക്, ആ കുട്ടിയുടെ മാർക്ക് അനുസരിച്ച് അങ്ങനെയാണ് റാങ്ക് വരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് റിസർവേഷനും കാര്യങ്ങളും ഒന്നും വരാതെ നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിൽ മാത്രമാണ് റാങ്ക് വന്നിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. പല കുട്ടികളും ചോദിക്കുന്നതാണ് SPMA ബേസ് ചെയ്ത് അഡ്മിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡൊണേഷൻ വരുമോ എന്നുള്ളത്. ഇവിടെ ഡൊണേഷനും കാര്യങ്ങളും ഒന്നുമില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഡൊണേഷൻ വരുന്നത് നിങ്ങൾ ഡയറക്റ്റ് ഒരു കോളേജിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോഴാണ് ഡൊണേഷൻ വരുന്നത്. ഇതുപോലുള്ള അസോസിയേഷൻ വഴി എടുക്കുമ്പോൾ നോർമലി LBSൻ്റെ തന്നെ BSc പാരാമെഡിക്കൽ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിപ്ലോമ ഈ കോഴ്സസിന് വരുന്ന സെയിം ഫീസ് തന്നെയാണ് ഈ അസോസിയേഷനിൽ വരുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ഉണ്ടാവില്ല, റിസർവേഷൻ ഉണ്ടാവില്ല, ഫീ കൺസെഷൻ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഡിഫറൻസ് വരുന്നത് എന്നത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഏതൊക്കെ കോളേജസ് ഉണ്ടെന്നും അവിടേക്ക് എത്രത്തോളം വേക്കൻസി ഉണ്ടെന്നും അതുപോലെ ആ കോളേജിൻ്റെ മെയിൽ ID, ഫോൺ നമ്പർ, ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണ് അലോട്ട്മെൻറ്റ്സ് വരുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾഡ് ഡേറ്റും പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്. മെഡിക്കൽ ഡിപ്ലോമയുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 23-ാം തീയതിയാണ് സെപ്റ്റംബർ. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, ഇത് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഷെഡ്യൂൾഡ് ഡേറ്റ്സും നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെയുണ്ട്. നിങ്ങളത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 14-ാം തീയതിയാണ്. അതിനുശേഷം സൈറ്റിൽ തന്നെ ഏത് ദിവസമാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതും ഫീ അടയ്ക്കേണ്ടതും എന്നത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 17-ാം തീയതിക്കകം തന്നെ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഈ ആപ്ലിക്കേഷൻ വഴി വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ ഫീസൊക്കെ റെഡിയാക്കി വെക്കുക, ഡോക്യുമെൻറ്റ്സൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഡേറ്റ് കഴിയുമ്പോഴേക്കും ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടില്ല എന്നൊരു ലിസ്റ്റും കൂടി നമ്മുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 22-ാം തീയതി പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിനുശേഷം ജോയിൻ ചെയ്യാനുള്ള ഡേറ്റും അതുപോലെ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടില്ല എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് 29-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ വേക്കൻസി വരുവാണ് എന്നുണ്ടെങ്കിൽ ബാക്കി സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ ഈ അസോസിയേഷനിൽ ഉണ്ടാകുന്നതായിരിക്കും. പിന്നീട് ടോട്ടൽ അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യുന്നത് 5-ാം തീയതിയാണ്, അതായത് ഒക്ടോബർ 5-ാം തീയതിയാണ്. അതുപോലെ ഈ ഒരു കാര്യങ്ങൾക്ക് ഡിലേ എന്തെങ്കിലും വരുവാണ് എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്ന അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പല കുട്ടികൾക്കും കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് അറിയാത്തത് കൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടാത്തവരും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയുന്ന അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മാത്രം ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.